ഒരാൾ പറയുന്ന സങ്കടം കേട്ടിരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്കിന്ന് മനസ്സിലായി. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, പഴയകാല സ്റ്റുഡൻറ്റ് എന്നെ കോൾ ചെയ്യണ്ടായി. അവരൊരു 10-45 വയസ്സുള്ളൊരു സ്ത്രീയാണ്. അവരവരുടെ ജീവിതത്തിലെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. പറഞ്ഞ ഉടനെ അവർ സൂയിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു തുടങ്ങി. ഞാൻ ആദ്യം അവരെ കുറേ നേരം കേട്ടിരുന്നു. അവർ പറയുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളെല്ലാം കേട്ടിരിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന രീതിയിലുള്ള, ഞാൻ കാണുന്ന രീതിയിലുള്ള ലൈഫിൻ്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇവരത് മൊത്തം കേൾക്കാൻ തുടങ്ങി. കേട്ട് കേട്ട് ഈ ഒരു കരച്ചിൽ നിന്നു ആദ്യം. ഞാൻ കുറച്ച് പോസിറ്റീവായിട്ട് കണക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അവർ ചിരിക്കാൻ തുടങ്ങി. അതായത് ഞാൻ ആ വിഷമം മാറ്റുന്നു എന്നുള്ളതല്ല, ഞാൻ പറയുന്നത് അവർ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ആ ചിരിയിലൂടെ എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞ് അവർ വളരെയധികം സമാധാനത്തോടു കൂടിയാണ് ആ കോള് കട്ട് ചെയ്യുന്നത്. കോള് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയും. ഞാൻ ഇന്നലെ എൻ്റെ അമ്മയും ഒരു സ്ഥലം വരെ പോയി വരുന്ന സമയത്ത് പഴയകാല കഥകൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ശരിക്കും ആലോചിച്ചിട്ടുണ്ടായി, എൻ്റെ അമ്മ എന്തൊരു നിർഭാഗ്യവതിയായുള്ള സ്ത്രീയാണ് എന്നുള്ള ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടായി. ഇന്ന് ഈ ഫോൺ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവരെന്നോട് പറയാണ്, നിങ്ങളുടെ അമ്മ എത്ര ഭാഗ്യമുള്ളൊരു സ്ത്രീയാണ്, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു മകനെ കിട്ടുന്നതെന്ന്, ഇങ്ങനെ കേൾക്കാൻ പറ്റുന്ന ഒരു മകനെ കിട്ടി എന്നുള്ളത്. ഞാനത് കേട്ടപ്പോണ്ടല്ലോ, എനിക്ക് അതെന്നെ ഹിറ്റ് ചെയ്തൊരാഴമുണ്ട്. ഒരാൾ പറയുന്നത് എനിക്കൊരു ചിലവും ഇല്ലാതെ ഒരു 10 മിനിറ്റ് കേട്ടിരുന്നപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അത് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്തൊരു സാധനമാണ്. പല ആൾക്കാരുടെ കഥയിലും ചിലപ്പോൾ ഒരു വില്ലനാണോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അതങ്ങോട്ട് മാറിയും എനിക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റിയൊരു ദിവസമായിരുന്നു. ഒന്ന് കേട്ടിരിക്കുക, ആദ്യം ആൾക്കാർ പറയുന്നത് ആദ്യം കേൾക്കുക. ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്.